കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം UDFന് സംസ്ഥാനത്തുടനീളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത്. കേരള കോൺഗ്രസിൻ്റെ മാത്രം എന്നുള്ള ഒരു വിഷയമല്ല. ഐക്യജനാധിപത്യ മുന്നണിയോട് അടുപ്പം കാണിക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഈ ഗവൺമെൻറ്റിന് എതിരെയുള്ള ഒരു വികാരം അവിടെ പ്രഥമ ദൃഷ്ടിയ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. CPMൻ്റെ നേതാക്കന്മാർ ഉള്ള ജില്ല എന്ന നിലയിൽ തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എടുത്ത് വസ്തുതാപരമായി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പരാതികൾ പോയിരിക്കുന്ന ജില്ല കണ്ണൂരാണ്. മറ്റ് ജില്ലകളിലുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ അക്രമം നിങ്ങൾക്കറിയാം. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ തരണം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. ചുരുങ്ങിയത് 6 സീറ്റുകളിലെങ്കിലും ജയിക്കും. 11 ലക്ഷ്യം വെക്കുന്നുണ്ട്. കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കണമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പല സ്ഥലങ്ങൾ ഏഴവും ചെറുതാഴും ഏഴത്തൊന്നും നമ്മുടെ UDFന് സീറ്റില്ലാത്ത സ്ഥലങ്ങളില്ലേ? അവിടെയൊക്കെ നമ്മൾ സീറ്റ് നേടി. കുഞ്ഞുമംഗലം അവിടെയൊക്കെ നമുക്ക് 4 സീറ്റ്, കുഞ്ഞുമംഗലത്ത് സീറ്റില്ലാത്തതാണ്. കോർപ്പറേഷൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ കൊട്ടിക്കലാശം ആ ജീപ്പിൽ കയറി ഞങ്ങൾ പോകുമ്പോൾ എന്നെ ആദ്യമായി വിളിക്കുന്നത് ബഹുമാന്യനായ AK ആന്റണി സാറാണ്. എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ സംഘടനാപരമായി കൃത്യമായി വർക്ക് നടത്തി. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് കൃത്യമായി ഞങ്ങൾ ചേർത്തു. ഞങ്ങൾ ഇത്തവണത്തെ വിജയത്തിന് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനമെടുത്തു. അഴിമതി ആരോപണം എപ്പോഴാണ് ഉന്നയിക്കാൻ തുടങ്ങിയത്? എന്താണ് ഈ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ധരിക്കുന്നത്? ഇല്ലാതെ കുറേ ആരോപണങ്ങൾ 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് പുച്ഛമാണ്. കോർപ്പറേഷനിൽ മുണ്ടേരി പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ 50% സംഭരണമുള്ള ജനറൽ സീറ്റിലാണ് ആരെ നിർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ പറയുന്ന കുടുംബക്കാരിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കണം എന്നാണ് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറയുന്നത്. മത്സരിച്ചാൽ അതിൻ്റെ ഗുണം ലഭിക്കുക UDFനായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.